ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചു നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. പിന്നെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയാണ്. ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാവരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ഭയങ്കരമായിട്ട് ലൈവ് ആക്കും ചേച്ചി. അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരുത്തുക, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് സെറ്റിനെയൊക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ സിനിമ അഭിനയിക്കുമ്പോഴേ ചേച്ചി ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേച്ചിനെ കുറച്ച് അഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷെ ഷോട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും. ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത്. അപ്പൊ പ്രശാന്ത് നല്ല കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ഒരു മറ്റും ചൊറഞ്ഞോട്ടെ ഇങ്ങനെ. അപ്പൊ പിന്നെ നമ്മുടെ മുടങ്ങ് പോകും. ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നെങ്കിലും ഒന്ന് തമാശ പറയാൻ നോക്കിയിരിക്കുക. എനിക്ക് എന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെന്റിമെന്റലായിട്ട് നമ്മൾ അങ്ങനെയുള്ള ഷോട്ട്സ് കഴിയുമ്പോൾ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെന്റിമെന്റ്സ് പറയും ക്യാമറയുടെ മുമ്പിൽ മരിക്കുന്ന സീൻ എടുക്കുമ്പോൾ. പക്ഷേ ഇത് കുറേ ദിവസം ഈ പയ്യനത്ത് എടുക്കാനേ നേരമുള്ളൂ. എപ്പോൾ നോക്കിയാലും പ്രശാന്തിൻ്റെ സീൻ എടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു പ്രശാന്ത് മതി കിടക്കത്തില്ല മോർച്ചറിയിലെന്ന്. ഒന്നൊരു ഒബ്ജക്ഷൻ പറയത്തില്ല ആക്ടർ ആകുമ്പോൾ. മോർച്ചറി ഞാൻ കിടക്കണോ സാർ, അത് വേണ്ട. പക്ഷെ അതുപോലും പറഞ്ഞില്ല. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ പയ്യൻ. They have a cake. Oh, okay. But they haven't finished asking. Just cut We'll cut it first. We'll cut it right now. Yes. Okay, thank you. Just give us a second. We're bringing it. Sorry, darling. Flight too long. ഒരു പരിധി വരെ ചിരിക്കാനുള്ള സിനിമയായിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗദമ്മ 7th B സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ ഇടയ്ക്ക് അത് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പേഴ്സണലി 2 ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകളായതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നത്. എനിക്ക് പക്ഷേ എന്താ എനിക്കെന്ന് മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷ് ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ്. അത് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാൻ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് അതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിനുള്ള ഇനി ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ നടികളൊക്കെ കഴിവുള്ളവരുണ്ട്. അവരെ ഒന്നും വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഇടത്തിൽ എന്തുകൊണ്ടാണ് അവർ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും. എന്താ അറിയത്തില്ല. അങ്ങനെയല്ല ചോദിച്ചേ. അതിൻ്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാക്കുന്നുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ 3 പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതിനിടയ്ക്ക് ശ്രീനിവാസിൻ്റെ ഒരു പടം ഉണ്ടത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം ഉദിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ലാത്തവർ. ചോദ്യം അതായിരുന്നു. ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എൻ്റെ അടുത്തിരുന്നു ആരും ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുവന്നിരിക്കുന്നു, നമ്മൾ എന്തോന്ന് അപ്പോയിൻമെന്റ് എഴുതി കൊടുത്തിട്ടാണോ വെളുത്തിങ്ങനെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യമാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അത് അയാൾ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാണ് പറയുന്നത്? ആർക്കും പറയാനൊക്കെ എനിക്ക് ഇഷ്ടമല്ല. സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ? അയാളുടെ വീട്ടിൽ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും. അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് ഇത് ചെയ്യുന്നു. പക്ഷെ പേഴ്സണലി എനിക്കിഷ്ടമല്ല. സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ ചേച്ചി എന്തായാലും പറയാം. അതല്ല ഇപ്പൊ പറഞ്ഞേ. എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളോ, അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരാന്ന് ഞാൻ പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ. ഒട്ടുമില്ല. അല്ല ശരിക്കും എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോൾ
ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കലർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ സമീറനെ, സമീർ ഒട്ടും ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീറനെ ഡിഫെൻഡ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് സമീറയെ പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ. എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത്. അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പം അത് പിന്നെ ഐ തിങ്ക് ഗ്രേറ്റ ഗർവിഗ് പറഞ്ഞിട്ടുണ്ട്, ഐ മീൻ വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദം, പിന്നെ കൊടുക്കൂ, അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ക്രിസ്റ്റോ റിയലി ഡിഡ് ദാറ്റ്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ അതിങ്ങനെ കയറി വരുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക, യാത്രയ്ക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ഖനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ആ ഖനം കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്. കാര്യം അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ്, അഞ്ജുവിന് ആ ഒരു സേഫ് സ്പേസ് കിട്ടി എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിയിട്ട്. അത് വിഷ്ണു മറ്റേ ടെസ്സയുടെ ഒരു ലൈനില്ലേ, ഒരു പ്ലാനും ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് പ്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി. അത് തുടക്കം മുതലേ അങ്ങനെയാണ്. ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾക്കായിട്ട് അത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും. ഈ സിനിമ വന്നത് 2018 ക്രിസ്റ്റോനെ മീറ്റ് ചെയ്തു, 22 ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ എത്ര വിചാരിച്ചാലും 22 എനിക്കത് ഇറക്കാൻ പറ്റില്ല. 23 എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോഴായിരുന്നു. അത് എന്തൊരു നല്ല സമയമാണെന്നും കൂടെയാണ്. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സ് ആണ്. ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി 7 ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത്, മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ദൈർഘ്യവും അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. പക്ഷേ വിഷ്ണു ആലോചിച്ച പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ഒരു വർഷത്തിൽ 1-2 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും മലയാളം വിട്ടിട്ട് ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും, ഫോർ ഷുവർ. ഔട്ട് ഓഫ് സിലബസ് കഴിഞ്ഞ് നോട്ട്ബുക്കും കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത്. എനിക്ക് അഭിനയം തന്നെ മതിയെന്ന്. അതുവരെ എപ്പോഴും അച്ഛനമ്മയും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വിനോദയാത്രയായി, വന്ന്. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റിയാണ്. ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ കാലഘട്ടം ഉണ്ടല്ലോ, അതിപ്പോഴും 18 വർഷമായി. പക്ഷെ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ. എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല. അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്ന് കിട്ടിയാൽ മതി. അത് 2 സീനാണെങ്കിലും 5 സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്രൂവിൻ്റെ കൂടെ. അഞ്ജലീനൊക്കെ ഞാൻ ഒരുപാട് കത്തെഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്ക്ഡിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ റോൾ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേയ്സിൽ. അപ്പം ഇപ്പോഴും അതേപോലെയാണ്. ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കുക എന്നുള്ളതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ദ പൊളിറ്റിക്സ്, അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണോ, കഥയുടെയും കുറച്ചും കൂടെ വിടാം. പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനുമായിട്ട് ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം. ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം.
ക്രിസ്റ്റോ. വളരെ മോശമാണ്. കാരണം മാന്തി അടിപ്പറിച്ചുകൊണ്ട് ശീലിച്ചു. കട്ട് ചെയ്തിങ്ങനെ കലാപരമായിട്ട് എടുക്കാൻ ക്ഷമയില്ല. നിങ്ങളെടുക്കുന്ന രണ്ട് ഇട്ടങ്ങളെ ശീലമില്ല. Cheers. Come here. Yes. You. ഇത്രയും ഇവരെ ഇരുത്തിക്കൊണ്ട്